ഈ നിമിഷത്തിൽ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. കൊല്ലം മീയണ്ണൂരിൽ KSRTC ബസ് മറിഞ്ഞ അപകടം. ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലിജോ ഉണ്ട് അവിടുന്ന് വിവരങ്ങൾ പങ്കുവെക്കാനായി. ലിജോ, എപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്? ഈ പരിക്കേറ്റവരുടെ നില ഇപ്പോൾ എങ്ങനെയുണ്ട്? കൂടുതൽ വിവരങ്ങളൊന്ന് പങ്കുവെക്കൂ. അജി, ഏകദേശം 5:30യോടുകൂടെയാണ് ഇത്തരത്തിൽ ഒരു അപകടം നടന്നത്. കൊല്ലം KSRTC സ്റ്റാൻഡിൽ നിന്നും കുളത്തൂപ്പുഴയ്ക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ ബസ് മിയണ്ണൂർ ഭാഗത്ത് എത്തുന്ന സമയത്ത്, അതായത് ഈ അപകടം നടന്നതിന് സമീപത്തെ സ്ഥലം എന്ന് പറയുന്നത് വലിയ ഒരു വളവാണ്. അവിടേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്ത് ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. മറ്റെന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല. അതൊരു വളവിൽ ഇത്തരത്തിൽ വളയാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് അതായത് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു വശം ചരിഞ്ഞുകൊണ്ടാണ് ബസ് മറിഞ്ഞു വീഴുന്നത്. അതിൽ ഏകദേശം 30ഓളം പേർ, കൃത്യമായി 26 പേര്, ഡ്രൈവറും കണ്ടക്ടറും കൂടി 28 പേർ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇവർക്കെല്ലാം തന്നെ ഗുരുതരമായൊന്നും പരിക്കേറ്റിട്ടില്ല, പക്ഷെ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. 2 പേർക്ക് തലയ്ക്കും ചെറിയ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇതിന് സമീപത്തായി തന്നെയാണ് അസീസിയ മെഡിക്കൽ കോളേജ് ഉള്ളത്. ആ പരിക്കേറ്റ ആളുകളെല്ലാം തന്നെ ആ മെഡിക്കൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന പ്രാഥമിക ശുശ്രൂഷയൊക്കെ നൽകേണ്ടതുണ്ട്. തുടർന്ന് വിശദമായ പരിശോധന നടത്തുന്ന ആളുകളെ അത്തരത്തിലും ചികിത്സിക്കുന്നുണ്ട്. കാരണം ഒരു ഗർഭിണിയായ സ്ത്രീ ഉൾപ്പെടെ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു. വലിയ ഒരു അപകടമാണ് ഒഴിവായതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നാട്ടുകാരും പൂയപ്പള്ളി പോലീസും വളരെ വേഗം തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്നും ജനപ്രതിനിധികളിൽ നമുക്കറിയാൻ കഴിഞ്ഞത്. ാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊല്ലം മീയണ്ണൂരിലാണ് KSRTC ബസ് മറിഞ്ഞ അപകടം സംഭവിച്ചത്. അപകടത്തിൽ കുറച്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരുടെ നില അത്ര ഗുരുതരമല്ല എന്നാണ് ലിജോ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.